ഇവർ മോട്ടർ ഇടുന്ന നേരം അപ്പം ഇതിന്റെ പടിയെല്ലാം ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നുണ്ട്. പക്ഷെ ഈ വേനൽക്കാലങ്ങളിൽ ഈ മോട്ടർ അടിക്കുന്നത് വെള്ളം വറ്റിയിട്ടും മോട്ടർ കണ്ടിന്യൂ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു നടുക്കൊരു കുഴിയുണ്ട്. ഹെവി പവർ മോട്ടറാണ്. ഒരു വീടിനടുത്തോ ഒരു റോഡിനടുത്തോ ഇടാൻ പറ്റിയ മോട്ടറല്ല. അതായത് 2025 നവംബർ 23 രാത്രി 9 മണിക്ക് ഞാൻ പുറത്തുവിടുന്ന ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കഴുങ്ങ് വന്നിട്ട് ഇങ്ങനെ എൻ്റെ വീടിനോട് അടിക്കുന്നു. അതാണ് ഈ കിണർ ഇന്ന് പോകുമ്പോൾ എൻ്റെ മതിലിനും എൻ്റെ സ്വത്തിനും എൻ്റെ ജീവന് തന്നെ. രാത്രി ഈ വെള്ളം കുടിക്കേണ്ടവരും ഈ വെള്ളം മണ്ണിടാൻ വന്നപ്പം തടഞ്ഞവരും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക അവരവരെ വീട്ടിൽ. പക്ഷെ ഞാൻ നമസ്കാരം. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ നാട്ടുകാർക്കൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതി കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിലെ എളവനപ്പിടിയിൽ താമസിക്കുന്ന ശ്രീധരക്കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ വീടിനോട് ചേർന്ന് ഒരു അല്പം സ്ഥലം കിണർ നിർമ്മിക്കാനായിട്ട് സൗജന്യമായി വിട്ടു നൽകുന്നു. എന്നാൽ 40 വർഷത്തിനിപ്പുറം അതേ കിണർ അദ്ദേഹത്തിന്റെ മകൾക്കും മകളുടെ ഭർത്താവിനും ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 40 വർഷങ്ങൾക്ക് മുൻപ് തങ്ങൾ സൗജന്യമായി കൊടുത്ത ആ കിണർ ഇന്ന് അപകട ഭീഷണിയിലായത് കാരണം അത് എങ്ങനെയെങ്കിലും ഒന്ന് മണ്ണിട്ട് മൂടിത്തരണമെന്ന അപേക്ഷയുമായി കോഴിക്കോട് എളവനപ്പിടിയ സ്വദേശിയായിട്ടുള്ള സഹദേവൻ, അതായത് അദ്ദേഹം ഒരു പഴയ പട്ടാളക്കാരൻ കൂടിയാണ്, അദ്ദേഹം ഇന്ന് കയറി ഇറങ്ങാത്ത സർക്കാർ സ്ഥാപനങ്ങളില്ല. എന്നിട്ടും എന്തുകൊണ്ടോ നമ്മുടെ അധികാരികൾ ഈ പഴയ ജവാനോട് കരുണ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. ഇതൊരു 42 കൊല്ലത്തോളായി. 1986-ലോ 85-ലോ ആണ് എൻ്റെ ഭാര്യയുടെ അച്ഛൻ, അതായത് അന്നത്തെ ജില്ലാ കളക്ടർ ജയകുമാർ സാറ് സ്ഥലത്ത് വന്നിരുന്നു. പറഞ്ഞു ഇവിടെ എല്ലാരോടും ചോദിച്ചിട്ട് ആരും സ്ഥലം കൊടുത്തില്ല, കിണർ ഒഴിവാവ് കൊടുത്തില്ല. അപ്പൊ അച്ഛൻ്റെ അടുത്ത് വന്നപ്പം അച്ഛനോട് ചോദിച്ചു ഒരു കിണറിനുള്ള സ്ഥലം തരണം, നാട്ടുകാർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് അച്ഛൻ അവിടെ അന്ന് ഇടവഴിയായിരുന്നു, അത് ഇടവഴിന്റെ ആ സൈഡിൽ നിങ്ങളൊരു കിണർ കുഴിച്ചോളി എന്ന് പറഞ്ഞു കൊടുത്തു. വാക്കാല കൊടുത്തതാണ്. അച്ഛൻ അതിന്റെ ഒരു പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. അച്ഛൻ മരിക്കോളും പറഞ്ഞാൽ അതാ ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഞാനൊരു വലും എന്റെ മക്കൾക്ക് അതിന്റെ ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചതാണെന്ന് പറഞ്ഞു. എല്ലാ കാലത്തും നല്ല വെള്ളമുള്ള കിണറായിരുന്നു. അവരെ അടിച്ചുകൊണ്ടിരുന്നു വെള്ളം. കാരണം അന്ന് ചുരുങ്ങിയ വീടിനെ വെള്ളമില്ലായിരുന്നു. പിന്നെ വീടുകളുടെ സ്ട്രെങ്ത് കൂട്ടി അത് കഴിഞ്ഞത് കണ്ടിന്യൂ ഈ കിണർ മാത്രം അവർ ഡിപ്പെൻഡ് ചെയ്തു. ഈ കിണറിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് 24 മണിക്കൂറും മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ ജെർക്കിങ് വന്നു. എൻ്റെ വീടിന് വിള്ളലുകൾ കുടുങ്ങിയതിൻ്റെ ശേഷം വീടിൻ്റെ അകത്ത് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ വീഴാൻ തുടങ്ങി ഈ മോട്ടറിന്റെ വർക്കിംഗ് കൊണ്ട്. അങ്ങനെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സുഗതൻ സാറായിരുന്നു. ഞാൻ അവിടെ പഞ്ചായത്ത് പരാതി കൊടുത്തു. ഒരു 15 വർഷം മുന്നേ, ഒരു 15-20 വർഷം ആയിട്ടേ ഉള്ളൂ. സുഗതൻ സാറ് പഞ്ചായത്തിൽ ഉള്ള സമയത്ത് എൻ്റെ ഭാര്യ പോയിട്ട്, എന്നാൽ ഞാൻ ഡിസ്പെൻസിലായതുകൊണ്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഭാര്യയാണ് കംപ്ലൈന്റ് കൊടുത്ത് അവരിവിടെ വന്നും കളഞ്ഞ് നോക്കി ഇവർ മോട്ടർ ഇടുന്ന നേരം അപ്പം ഇതിന്റെ പടിയെല്ലാം ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നുണ്ട്. അപ്പം പാത്രം വീഴുന്ന ആൾ മനസ്സിലാക്കി പിന്നെ വേറെ ഒരു മോട്ടർ, കിണറിലിടുന്ന മോട്ടർ കൊണ്ടുവന്നു. ആ കിണറിലിടുന്ന മോട്ടർ ഇട്ടു. അങ്ങനെ കിണറിലിടുമ്പം വെള്ളം കെട്ടിലുള്ള സമയത്ത് അത്ര നമ്മൾ അറിയില്ല. പക്ഷെ ഈ വേനൽക്കാലങ്ങളിൽ ഈ മോട്ടർ അടിക്കുന്നത് വെള്ളം വറ്റിയിട്ടും മോട്ടർ കണ്ടിന്യൂ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു നടുക്കൊരു കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് വെള്ളം 24 മണിക്കൂർ ഉറവുള്ളത് കൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഇവർക്ക് വെള്ളം മുകളിലേക്ക് അടിച്ചു കയറ്റണം. പക്ഷെ ഇതിനകത്തിട്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ ഹെവി പവർ മോട്ടറാണ്. ഒരു വീടിനടുത്തോ ഒരു റോഡിനടുത്തോ ഇടാൻ പറ്റിയ മോട്ടറല്ല. 10-16 HP മോട്ടറിന്റെ കപ്പാസിറ്റി ഉണ്ടെങ്കിലേ ഉള്ളൂ കുന്നിന്റെ മുകളിലേക്ക് വെള്ളം തള്ളി എത്തുള്ളൂ. അതാണ് അവരെ കണക്കൂട്ടില്ലെങ്കിലും വീടിനും റോഡിനും അത് കേടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് ഇവരടുത്ത് പലരടുത്തും ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ഇങ്ങനെ ഇതാണ് ഈ മോട്ടോർ വലിയ പ്രശ്നമാണ്, അല്ല ഇങ്ങനെ ഇവർ മോട്ടോർ ഓഫാക്കുന്നില്ല. അങ്ങനെ കഴിഞ്ഞ നവംബർ മാസം 23-ാം തീയതി, അതായത് 2025 നവംബർ 23 രാത്രി 9 മണിക്ക് ഞാൻ പുറത്തുവിടുന്ന ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കഴുങ്ങ് വന്നിട്ട് ഇങ്ങനെ എൻ്റെ വീടിനോട് അടിക്കുന്നു. ഞാൻ കഴുങ്ങ് വീണ നോക്കുമ്പോൾ ഒരു അപാര ശബ്ദത്തോടു കൂടി കിണറങ്ങ് ഇടിഞ്ഞ് താഴോട്ട് പോയി. അപ്പം അന്ന് വന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ വാർഡ് മെമ്പറും കൂടിയായിരുന്നു സാരുതി. അവര് വന്നു, ഫയർഫോഴ്സ് വന്നു, പോലീസ് വന്നു. എല്ലാവരും പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല, റോഡ് ബ്ലോക്ക് ചെയ്തു, നമുക്കിവിടെ നിൽക്കാൻ പാടില്ല, നിങ്ങൾ പോകണം, അടുത്ത വീട്ടിൽ പോയി താമസിച്ച് ഞാൻ ഒരു ദിവസം.
അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ദുരന്ത നിവാരണം നമുക്ക് ഓർഡർ ഇടും, അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ദുരന്ത നിവാരണത്തിൽ ഞാനും കൊടുത്തു കംപ്ലൈന്റ് കളക്ടർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പം അങ്ങനെ അത് കഴിഞ്ഞു അവർ ഓർഡർ ഇട്ടു ജിയോളജിക്കും ഗ്രൗണ്ട് വാട്ടറിനും. അങ്ങനെ ഈ ജിയോളജിന്റെ ആളുകളും ഗ്രൗണ്ട് വാട്ടറിന്റെ ആളുകളും സ്ഥലത്ത് വന്ന് പരിശോധിച്ചു. അപ്പൊ അവര് എന്താണ് ഓർഡർ എന്ന് അന്നേരം നമ്മളോട് പറയില്ലല്ലോ, നേരെ അവര് പോയിട്ട് ആ ഓർഡർ അവർ കളക്ടർക്ക് കൊടുത്തു. അങ്ങനെ കളക്ടർ അവർ ഓർഡർ പ്രകാരം ഇത് മണ്ണിട്ട് മൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓർഡർ വിട്ടു. പിന്നെ അതിന്റെ മുകളിൽ ഈ പഞ്ചായത്ത് ഒരു നടപടിയോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ റിപ്പോർട്ടോ കളക്ടറിന് ഞാൻ കളക്ടർ ഓഫീസിൽ രണ്ടാമത് പോയി കളക്ടറോട് ചോദിച്ചു, ദുരിതാശ്വാസത്തിൽ പോയി ചോദിച്ചു എന്താണ് എന്തെങ്കിലും ഒരു പഞ്ചായത്ത് ഇല്ല, അവരൊരു നടപടി എടുത്തില്ല, ഞങ്ങൾക്ക് ഒരു റിപ്ലൈയും തന്നിട്ടില്ല എന്നാണ് ദുരിതാശ്വാസ നിധി നിന്നോട് പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ ആഴ്ച ഞാൻ വിവരാവകാശത്തിന് കൊടുത്തു, ഇങ്ങനെ പഞ്ചായത്തിൽ ഈ കളക്ടറേറ്റ് ഓർഡറിന് എന്ത് നടപടികൾ സ്വീകരിച്ചു, കളക്ടറിന് എന്ത് മറുപടി കൊടുത്തു, അതിന്റെ റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടില്ല. അത് കൊടുത്തതിന് ശേഷം ഇവർ കളക്ടർക്ക് റിപ്ലൈ കൊടുത്തു എന്നുള്ളത് ഞാൻ മറ്റൊരാൾ മുഖാന്തരം അറിയാൻ കഴിഞ്ഞു. അതെന്താട്ടെ, ഞാൻ കളക്ടറേറ്റിലേക്ക് പിന്നെ പോയിട്ടില്ല. അതാണ് ഈ കിണർ ഇന്ന് പോകുമ്പോൾ എന്റെ മതിലിനും എന്റെ സ്വത്തിനും എന്റെ ജീവന് തന്നെ രാത്രി ഈ വെള്ളം കുടിക്കേണ്ടവരും ഈ വെള്ളം മണ്ണിടാൻ വന്നപ്പം തടഞ്ഞവരും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക അവരവരെ വീട്ടിൽ. പക്ഷെ ഞാൻ ഒരു മഴ പെയ്യുമ്പോൾ പുറത്ത് വന്ന് നോക്കുക എവിടെയാണ് ഇടിയുന്നത്, എവിടെയാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുമ്പേ ടൗണിൽ പോയി 6000 രൂപയ്ക്ക് താർപ്പായ വാങ്ങി കൊണ്ടുവന്ന് എന്റെ കെട്ടിന്റെ മുകളിലും മതിലിന്റെ മുകളിലും വീഴുന്നതിൽ താർപ്പായ കെട്ടി അതിനെ എന്നെ കൊണ്ട് കഴിയുന്ന ഫസ്റ്റ് എയ്ഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കാറ്റ് വന്നാൽ താർപ്പായൊക്കെ പറന്നു പോകുന്നുള്ളത് എനിക്കറിയാം. പെരും മഴ പെയ്താൽ ഈ മതിലടക്കം ഉള്ളോട്ട് പോകുന്നുള്ളത്. അതുകൊണ്ട് എന്താണോ കൽക്കട്ടിരിക്കുന്ന നിയമം അത് നമ്മുടെ ജീവനും സ്വത്തിനും ഭീഷണിയായതിനാൽ അത് എനിക്കത് നിറവേറ്റി തരണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ആ കിണർ ഇടിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഒരു വശത്തുകൂടി നിരന്തരമായിട്ട് വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ്, മറുവശത്തുള്ളത് ഈ സഹദേവൻ ചേട്ടന്റെ വീടുമാണ്. ഏത് നിമിഷവും ഈ റോഡും ഈ വീടിന്റെ മതിലും ചുറ്റുമതിലും എല്ലാം ആ കിണറിനകത്തേക്ക് ഇടിഞ്ഞു വീണ് നിലം പൊത്തുമെന്നുള്ള ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇത് സംബന്ധിച്ചാണ് അദ്ദേഹം കഴിഞ്ഞ നവംബറിൽ തന്നെ ഈ കിണർ ഇടിഞ്ഞ സമയത്ത് തന്നെ പരാതി നൽകുകയും ജില്ലാ കളക്ടർ ആ കിണർ അടിയന്തരമായി മൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. എന്നാൽ നാളിതുവരെയായിട്ടും പഞ്ചായത്ത് അതിന്മേൽ യാതൊരു നടപടി എടുത്തിട്ടില്ല. അതിനുശേഷം ഒരു വേനൽ വന്നു കഴിഞ്ഞു, മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസവും അവിടെയെല്ലാം വിണ്ട് വരുന്നത് കണ്ട് മറ്റു നിവർത്തിയില്ലാതെ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി താർപ്പ വലിച്ചു കിട്ടിയിരിക്കുകയാണ്. അതൊരു ശാശ്വതമായ പരിഹാരമല്ല എന്നുള്ളത് നമ്മളെപ്പോലെ തന്നെ അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഏത് വിധത്തിലും അതൊന്ന് മൂടിത്തരണമെന്നുള്ള അപേക്ഷയുമായി ഇപ്പോഴും പഞ്ചായത്ത് ഓഫീസും മറ്റ് അധികാരികളുടെ സ്ഥാപനങ്ങളും കയറി ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ, തനിക്കും തന്റെ കുടുംബത്തിനും സ്വസ്ഥമായി ജീവിക്കാനായിട്ട് സാധിക്കണം. ഒരു സൗജന്യം ചെയ്തു, ആ സൗജന്യം പറ്റുന്നവർ എല്ലാവരും ഈ കുന്നിന് മുകളിൽ സുഖമായി കഴിയുന്നുണ്ട്. എന്നാൽ അന്ന് സൗജന്യമായ ഭൂമി വിട്ടു നൽകിയ ആളുകൾ ഇന്ന് രാത്രി ഉറക്കമില്ലാത്ത രാത്രികളാണ് കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് നിഖിൽ കടത്ത, മറുനാടൻ മലയാളി.